എല്ലാവർക്കും അച്ചൂസ് മാത്സ് ലോജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. 8th സ്റ്റാൻഡേർഡിലെ മെൻഷുറേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ചില കൺസെപ്റ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നുള്ളതിൽ ചില പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വേർഡ് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേർഡ് പ്രോബ്ലംസ് ഓരോന്നായിട്ട് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. എ പ്ലെയിൻ കാർപ്പറ്റ് 10 meter long and 6 meter wide has a border of width 75 centimeter along each of its sides. Find the total area of the border. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളൊരു കാർപ്പറ്റ് ഉണ്ട്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കാർപ്പറ്റ്, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത് ഈസ് given as how much? 10 meter and width 6.5 meter. Okay, 75 centimeter long border. It has borders inside 75 centimeter width. Find the area of this border. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബോർഡറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പോലെ അങ്ങനെ ചെയ്യാം. ഏരിയ ഓഫ് ബോർഡർ ഈസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ റെക്റ്റാങ്കുലർ ഏരിയ മൈനസ് ഇൻറ്റീരിയർ റെക്റ്റാങ്കുലർ ഏരിയ. അപ്പോൾ എക്സ്റ്റേണൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 10 × 6.5 മൈനസ് സ്മോൾ ലെങ്ത് L. സ്മോൾ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 10 മൈനസ് അതിൻ്റെ വിഡ്ത്ത് 2 ടൈംസ് അതിൻ്റെ വിഡ്ത്ത് മൈനസ് ചെയ്യണം. ഇതിനെല്ലാം ബോർഡറിനെല്ലാം വിഡ്ത്ത് ഉള്ളത്. വിഡ്ത്ത് ഈസ് ഗിവൺ ആസ് ഹൗ മച്ച്? 75 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത്. അപ്പോൾ 75 സെൻറ്റിമീറ്ററിൻ്റെ 2 ടൈംസ്, ഇപ്പോൾ 1.5 വരില്ലേ? 1.5 അത് മൈനസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് 1.5 മൈനസ് ചെയ്താൽ 1.5 എങ്ങനെ കിട്ടുന്നത്? 75 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞത്. അതിനെ മീറ്ററിലാക്കുമ്പോൾ 0.75 എന്ന് കിട്ടും. അതിൻ്റെ 2 ടൈംസ് ആണ്. 2 × 0.75 ചെയ്തുകൊണ്ടാണ് 1.5 കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ 10 - 1.5 എത്ര? 8.5 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. സോ 8.5 ഇൻറ്റു സിമിലർലി 6.5 നിന്നും 2 ടൈംസ് 0.75 മൈനസ് ചെയ്യണം. സോ 6.5 മൈനസ് 1.5 5 itself 5. അപ്പോൾ L × B മൈനസ് L × B ചെയ്യുമ്പോൾ ഇത് കിട്ടിയത് 65 മൈനസ് 42.5. അത് മൈനസ് ചെയ്താൽ 22.5 എന്ന് കിട്ടും. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി ബോർഡർ. ഓക്കെ, ഏരിയ ഓഫ് ബോർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ്റ്റേണൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഇൻറ്റേർണൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്തു. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ വായിക്കാം. എ റെക്റ്റാങ്കിൾ ഹാസ് ഡയമെൻഷൻസ് 12 centimeter × 6 centimeter. ഇഫ് യു ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം പെരിമീറ്റർ, വാട്ട് വിൽ ഇറ്റ്സ് ഏരിയ ബി? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ റെക്റ്റാങ്കിൾ ഹാസ് ഡയമെൻഷൻ 12 and 6. ഒരു റെക്റ്റാങ്കിൾ വരക്കാം. 12 and 6 ആണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഡയമെൻഷൻസ് സെൻറ്റിമീറ്ററിലാണ്. 12 centimeter and 6 centimeter. ഓക്കെ, ഇഫ് യു ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം പെരിമീറ്റർ. അപ്പോൾ ആദ്യം ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × L + B എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്താൽ 2 × 12 + 6, സോ 2 × 18 ഹൗ മച്ച്? 36 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോറി സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. ഇതേ പെരിമീറ്ററിലുള്ള ഒരു സ്ക്വയർ അതല്ല പറയുന്നത്. ഇഫ് യു ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം പെരിമീറ്റർ. അപ്പോൾ ഇതേ പെരിമീറ്റർ
ഉള്ള ഒരു സ്ക്വയർ വരക്കുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്ററും 36 തന്നെ. നമ്മൾ വരക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ പെരിമീറ്ററും 36 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ട്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എങ്ങനെ ചെയ്യും? 4 ഇൻറ്റു എ അല്ലേ, 4 ഇൻറ്റു സൈഡ്, 4 ഇൻറ്റു സൈഡ് ആയിരിക്കും 36. അപ്പോൾ സൈഡ് ഓഫ് ദി സ്ക്വയർ 36 ഡിവൈഡഡ് ബൈ 4 9 എന്ന് വരും, 9 സെൻറ്റിമീറ്റർ. ദെൻ area of the square is equal to a square. So 9 into 9 81 centimeter square. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി shaded part of the following figure. This figure, one square inside, 30 height 20, 5 meter width ഉള്ള ഒരു സ്ക്വയർ ഉണ്ട്. ഷെയ്ഡ് ചെയ്തത് എക്സെപ്റ്റ് ദിസ് സ്ക്വയർ ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാൽക്കുലേറ്റ്. അപ്പോൾ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവും. പാരലോഗ്രാമാണത്, അതിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. പാരലോഗ്രാം ഏരിയയിൽ നിന്ന് സ്ക്വയറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഷെയ്ഡഡ് ഏരിയ കിട്ടും. സോ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി പാരലോഗ്രാം BH അല്ലേ, BH മൈനസ് ഏരിയ ഓഫ് ദി സ്ക്വയർ A സ്ക്വയർ. BH എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 20 മൈനസ് 5 ഇൻറ്റു 5 or 5 സ്ക്വയർ. അപ്പോൾ 600 മൈനസ് 25 575 ആണ് ആൻസർ. ദാറ്റ് മീൻസ് മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ ദ ഫിഗർ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 30 centimeter ആൻഡ് വിഡ്ത്ത് 20 centimeter is given. From each corner 7 centimeter radius cut out. Find the remaining area. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫിഗർ റെക്റ്റാങ്കുലർ ഷേപ്പ്, ഫ്രം ഈച്ച് കോർണർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ്, കട്ട് ചെയ്തതിൻ്റെ റേഡിയസ് 7 centimeter ആണ്. എല്ലായിടയ്ക്കും 7 centimeter. ഓക്കെ. അപ്പോൾ ഇൻസൈഡാണ് ഷെയ്ഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇൻസൈഡ് പ്ലോട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫൈൻഡ് ദ ഷെയ്ഡഡ് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L ഇൻറ്റു B മൈനസ്, ഇപ്പോൾ 4 കോർണർ എടുക്കുമ്പോൾ എന്താവും? സർക്കിളാവും അല്ലേ. സർക്കിളിൻ്റെ ഭാഗമാണ് ആർക്ക്, അതാണ് 4 കോർണറിലുള്ള സെക്ടർ മൈനസ് ചെയ്താൽ ഫുൾ സർക്കിൾ കിട്ടും. അപ്പോൾ സർക്കിളിൻ്റെ പിന്നെ ഏരിയ πr² ചെയ്താൽ മതി. ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പോൾ L ഇൻറ്റു B എന്ന് പറയുമ്പോൾ ഇവിടെ മെഷർമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 30 centimeter ആണ്. ഇതിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 20 centimeter. സോ 30 ഇൻറ്റു 20 മൈനസ് പൈ എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു 7 സ്ക്വയർ. അപ്പോൾ 600 മൈനസ് ഒരു 7 ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 154 കിട്ടും. മൈനസ് ചെയ്താൽ ആൻസറായിട്ട് എത്ര വരും? 446 കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ.
ഇതാണ് ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ ചെയ്തത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് 4 കോർണറിലുള്ള സെക്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്തു. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു ഫുൾ സർക്കിൾ തന്നെ മൈനസ് ചെയ്തു. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് എ ട്രയാങ്കുലർ റീജിയൻ ഈസ് 12,692 meter square. The perpendicular from one vertex to the opposite side is 76 meter. Find the length of this side. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എ ട്രയാങ്കുലർ റീജിയൻ. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരക്കാം. അതിൽ ഈ ട്രയാങ്കുലർ റീജിയനിൽ ഇതിൻ്റെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 12,692. അതിൽ പെർപെൻഡിക്കുലർ ഫ്രം വൺ വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് 76. എച്ച് എന്നുള്ളത് 76 ആണ്. എച്ച് ഈസ് ഗിവൺ ആസ് 76. അപ്പോൾ ബേസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് സൈഡിലേക്കാണ് ഇത് വരച്ചിട്ടുള്ളതെന്ന് നോക്കണം. 76 എന്നുള്ള ഈ ഹൈറ്റ് വരച്ചിട്ടുള്ളത് ഏത് ബേസിലേക്കാണ്. അപ്പോൾ ഏരിയ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചു ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ബി കാൽക്കുലേറ്റ് ചെയ്യാം? 2 into ഏരിയ ഡിവൈഡ് ബൈ ബി ആണ്. സോ 2 into 12,692 ഡിവൈഡ് ബൈ ബേസ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് എച്ച് വരും. എച്ച് ബി ഈസ് ഈക്വൽ ടു 2 ഏരിയ ഡിവൈഡ് ബൈ എച്ച്. അപ്പോൾ 2 into ഏരിയ ഡിവൈഡ് ബൈ എച്ച് ഈസ് ഗിവൺ ആസ് 76. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 2 ഇതിലെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ആൻസറായിട്ട് വരുന്നത് 334 കിട്ടും. 334 മീറ്റർ. ഇതാണ് ഇതിൻ്റെ വിഡ്ത്ത്, ഈ ബേസ്. ക്ലിയർ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ. The base of an isosceles triangle is 16 cm. If its perimeter is 36 cm, find its area. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്ന ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. ട്രയാങ്കിൾ ഈസ് ഐസോസിലസ്. അപ്പോൾ അതിൻ്റെ ബേസ് 16 ആണ്. ബേസ് 16 cm. പെരിമീറ്റർ ഈസ് ഗിവൺ ആസ് 36. അപ്പോൾ ഐസോസിലസ് ആയതുകൊണ്ട് ഈ രണ്ട് സൈഡ് ഈക്വലാണ്. നല്ലല്ല ഐസോസിലസ് ആവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് 16 ആണ് പെരിമീറ്റർ. 3 സൈഡ് ആഡ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 36 ആണ്. അപ്പോൾ 2x പ്ലസ് 16 36 ആൻഡ് 2x ഈസ് ഈക്വൽ ടു 36 മൈനസ് 16. സോ എക്സ് ഈസ് ഈക്വൽ ടു 20/2 10 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 10 കിട്ടി. അപ്പോൾ ഈച്ച് സൈഡായി 10 10 16 ആണ് സൈഡ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ. ഇവിടെ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ എന്നാണ്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ എച്ച് വേണം. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവുക. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് ഇത് 16 ആകുമ്പോൾ ഇതിൻ്റെ ഹാഫ് എടുത്താൽ പോരെ. 8 സ്ക്വയർ 64. അത് കാൽക്കുലേറ്റ് ചെയ്താൽ 6 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 36 6 എന്ന് വരും. എച്ച് കിട്ടിയല്ലോ. അപ്പോൾ ഈ എച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഹാഫ് പി എച്ചിൽ പോയിട്ട്. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് പി എച്ച് ആണ്. 1/2 ഇൻറ്റു 16 ഇൻറ്റു ഈ 6 എന്ന് കിട്ടും. സോ ലാസ്റ്റ് വരിക ഏരിയ ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ is equal to half pH. അപ്പോൾ 1/2 ഇൻറ്റു 16 ഇൻറ്റു 6 കാൽക്കുലേറ്റ് ചെയ്താൽ 2 ക്യാൻസൽ ആക്കാം. അങ്ങനെ 48 കിട്ടും. 48 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. ഓക്കെ. വേറൊരു ക്വസ്റ്റ്യൻ. The length and breadth of a rectangular field is in the ratio 4:3. If its area is 3072 meter square, then
Find the cost of fencing it at the rate of rupees 4 per meter square. Word problem. അപ്പം ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം? ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് ഇൻ ദ റേഷ്യോ 4:3. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 4:3 ആണ്. അപ്പോൾ 4x ആൻഡ് 3x ആയിട്ട് എടുക്കാവുന്നത്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 4x ആൻഡ് 3x. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടില്ലേ? ഫ്രം ദ റേഷ്യോ, ഈ റേഷ്യോനെ ഒരേ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കിട്ടി. ഇനി ഇതിൻ്റെ ഏരിയ ആണ് 3072. അപ്പോൾ L/B അല്ലേ? അപ്പോൾ 4x × 3x ഈസ് ഈക്വൽ ടു 3072. ഓക്കെ, അപ്പോൾ 12x² ആണ് ആ ക്വാണ്ടിറ്റി, 3072. ഫ്രം ദിസ് x² is equal to 3072 whole divided by 12. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3072 ഡിവൈഡ് ബൈ 12 256 കിട്ടും. കറക്റ്റാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ √256 is equal to 16. അപ്പോൾ 16 മീറ്റർ ആണ്, 16 ആണ്, മീറ്റർ വേണ്ട, 16 ആണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ യൂസ് ചെയ്താൽ എന്തായി? നമ്മൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും സെപ്പറേറ്റ് ആയി. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 4 × 16 64 കിട്ടും. അല്ല, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 3 × 16 48 എന്നും വരും. ഇവിടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ് ഇറ്റ്. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ഫീൽഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കറക്റ്റായിട്ട് വന്നു, 64 ആൻഡ് 48. ഓക്കെ, റേഷ്യോയിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഫെൻസിയാണ്, ചുറ്റും പെരിമീറ്റർ അല്ല, പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ പെരിമീറ്ററിൻ്റെ മെഷർമെൻറ്റിന് ആ ക്വാണ്ടിറ്റി കൊണ്ട് 4 rupees കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ്റ്റ് ഓഫ് ഫെൻസിങ് കിട്ടും. അപ്പോൾ പിന്നെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. സോ 2 × 64 + 48 എന്ന് വരും. അപ്പോൾ ചെയ്താൽ കിട്ടുക 2 × എത്ര, 2 × 112 അല്ലേ, 112. അങ്ങനെ 224 മീറ്റർ വരും. 224 മീറ്ററാണ് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫെൻസിങ് കണ്ടുപിടിക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് ഫെൻസിങ് പെരിമീറ്ററിന് പെരിമീറ്റർ ഇൻറ്റു റുപ്പീസ് എത്ര, റുപ്പീസ് 4 ആണ്, 4 rupees ആണ്. പെരിമീറ്റർ ആയിട്ട് ഇപ്പോഴും ഇവിടെ കിട്ടിയത് 224 ആണ്. അപ്പോൾ 224 × 4 ചെയ്താൽ ആൻസർ ആവും 896 rupees വരും. ഓക്കെ, ഇതാണ് ആൻസർ വരിക, കോസ്റ്റ് ഓഫ് ഫെൻസിങ്. അപ്പോൾ പെരിമീറ്ററിന് 4 rupees കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. എ ഫ്ലോർ 10 meter long and 7 meter broad is to be paved with square tiles of side 0.5 meter. Find the number of tiles required. ഒരു ഫ്ലോറാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മെഷർമെൻ്റ് ഉണ്ട്. റെക്ടാങ്കുലർ ഫ്ലോർ 10 and 7. ഇതിൻ്റെ ഇൻസൈഡ് ഫുള്ള് കവർ ചെയ്യുന്നത് ടൈൽസിനെ കൊണ്ടാണ്. 0.5 മീറ്ററിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ടൈൽസാണ്. സ്ക്വയർ ഷേപ്പിലുള്ള ടൈൽസ് അതിൻ്റെ ഈച്ച് സൈഡ് 0.5 മീറ്ററാണ്. ഓക്കെ, ഇത് മീറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഹൗ മെനി ടൈൽസ് റിക്വയർഡ്, ഈ ടൈൽസ് കൊണ്ടാണ് അതിനെ കവർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ്, number of tiles required is equal to area of rectangular floor divided by area of the tile, a square, square shape and a square. So 10 × 7 divided by 0.5 square.
ഓക്കെ. അപ്പോൾ 70 ഡിവൈഡഡ് ബൈ 0.25 എന്ന് കിട്ടും. ഓർ 7000 ഡിവൈഡ് ബൈ 25 കിട്ടും. പിന്നെ ഡെസിമൽ റിമൂവ് ചെയ്താൽ. അപ്പോൾ ആൻസർ വരിക 280 ടൈൽസ് വേണം. 280 ടൈൽസ് ഉണ്ടെങ്കിൽ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും, ആ ഫ്ലോറിൽ ഫുൾ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യനോടുകൂടി നമുക്കിത് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ: എ റെക്റ്റാങ്കുലർ ലോൺ മെഷറിംഗ് 25 meter by 16 meter is to be surrounded externally by a path which is 3 meter wide. Calculate the cost of leveling it at rupees 3.50 per square meter. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കുലർ ലോണാണ്. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ലോൺ. ഇതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 25 meter ആൻഡ് 16 meter. ഇതിൻ്റെ എക്സ്റ്റേണലി നമ്മൾക്ക് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണലി ഒരു പാത്ത് ഉണ്ട്. 3 meter വിടുത്താണെന്നതിന് എല്ലാ സൈഡിലും 3 meter വിടുത്തിലുള്ളൊരു പാത്ത് ഉണ്ട്, സറൗണ്ടഡ് എക്സ്റ്റേണലി. അപ്പോൾ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ലെവലിംഗ് ഇറ്റ് അറ്റ് ദ റേറ്റ്. ഓക്കെ. അപ്പോൾ ശരിക്കും പാത്തിൻ്റെ ഏരിയ ഓഫ് ദി പാത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏരിയ ഓഫ് ഔട്ടർ റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ഇന്നർ റെക്റ്റാങ്കിൾ. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഏരിയ ഓഫ് ദി പാത്ത് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ L into B എന്നാൽ ഏരിയ ഓൺ എക്സ്റ്റേണൽ റെക്റ്റാങ്കിൾ മൈനസ് സ്മോൾ ലെറ്റർ LB. ഇത് ചെയ്താൽ അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എത്ര L എത്ര കിട്ടും? ക്യാപിറ്റൽ ലെറ്റർ L എന്ന് പറയുമ്പോൾ 25 പ്ലസ് അല്ലേ, ഇൻസൈഡ് 25 ഉള്ളത്. അപ്പോൾ 25 പ്ലസ് 2 വിടുത്ത് വേണം. വീടിലെ വിടുത്ത് പറഞ്ഞിട്ടുള്ളത് 3 meter ആണ് ഈച്ച് സൈഡ് വിടുത്ത്. അപ്പോൾ രണ്ട് പ്രാവശ്യം 3 ആഡ് ചെയ്യണം, 6 ആഡ് ചെയ്യണം. 25 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 31 ആണ് എക്സ്റ്റേണൽ ലെങ്ത്ത്. അതുപോലെ എക്സ്റ്റേണൽ വിഡ്ത്ത് കിട്ടുക ഇൻസൈഡ് 16 അല്ലേ. അപ്പോൾ 16 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 22 ആണ് ഇൻറ്റേർണൽ വിഡ്ത്ത്. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദി പാത്ത് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദി പാത്ത് എ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാത്ത് ഈസ് ഈക്വൽ ടു L into B എന്ന് പറയുമ്പോൾ 31 into 22 മൈനസ് സ്മോൾ ലെറ്റർ L into B 25 into 60. ക്ലിയർ? ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? ഇതിൻ്റെ പ്രോഡക്റ്റ് 682 മൈനസ് 25 into 60 എന്ന് പറയുമ്പോൾ 400. ഇപ്പോൾ മൈനസ് ചെയ്താൽ കിട്ടുക 282 ആണ്. 282 meter സ്ക്വയർ ആണ് പാത്തിൻ്റെ ഏരിയ ഓഫ് പാത്ത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ലെവലിംഗ് ഇറ്റ്. അപ്പോൾ ആ പാത്ത് മുഴുവൻ നമ്മൾ ലെവൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 3.50 ആണ് സ്ക്വയർ മീറ്ററിനുള്ള ചിലവ്, കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലെവലിംഗ് നെക്സ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ലെവലിംഗ്, കോസ്റ്റ് ഓഫ് ലെവലിംഗ് the path, leveling the path, okay, is equal to എന്ത് വരും? ഏരിയ ഓഫ് ദി പാത്ത് ഇൻറ്റു ഏരിയ ഓഫ് പാത്ത് ഇൻറ്റു എത്ര റുപ്പീസ് പറഞ്ഞത്? കോസ്റ്റ് പെർ സ്ക്വയർ മീറ്റർ അത് 3.50 റുപ്പീസ് 3.50. അപ്പോൾ ഏരിയ ഓഫ് പാത്തായിട്ട് നമുക്ക് കിട്ടിയത് 282 ആണല്ലേ. 282 ഇൻറ്റു 3.50 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 987 കിട്ടും. ഇത്രയും റുപ്പീസാണ് കോസ്റ്റ് വരിക, കോസ്റ്റ് ഓഫ് ലെവലിംഗ് ദി പാത്ത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏരിയ ഓഫ് ദി പാത്ത് നമ്മൾ 2 റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ അതിൽ ലെവൽ ചെയ്യുന്നതിൻ്റെ പിന്നെ റേറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഏരിയനെ മൾട്ടിപ്ലൈ ആണ്. സ്ക്വയർ മീറ്ററിലുള്ള
കോസ്റ്റ് 3.50, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ അല്ല, കോസ്റ്റ് ഓഫ് ദി ലെവലിംഗ് പാത്ത് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് മെൻഷുറേഷൻ എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വേർഡ് പ്രോബ്ലംസാണ് ഇതുവരെ ചെയ്തത്. ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.